ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇല്ല ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ തുടങ്ങുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, അതാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നത്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുവാണ്, ഒരു ടു ഡു ലിസ്റ്റ് മാതിരി. അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്കുണ്ട്, അതിന് ചുറ്റുമാണ് നടക്കുന്നത്. നമ്മൾ ഒരു റൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ കവർ ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ലേക്ക്. ഒരുപാട് തവണ ഞാൻ ഈ ലേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കൊറിയറൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ കുറേ നാൾ മുമ്പ് ഓർഡർ ചെയ്തതാണ് മീഷോയിൽ നിന്ന്. ഒരു നൈഫിൻ്റെ സെറ്റാണ്. ശരിക്കും ഇതിൻ്റെ ഭംഗി കണ്ടിട്ടായിരുന്നു ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈ കിട്ടിയപ്പോഴും അത്രയും തന്നെ ഭംഗിയുണ്ടായിരുന്നു. ആ പിക്ചറിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെയുണ്ട് നേരിട്ട് കാണാനും. ഭംഗി മാത്രമല്ല, നല്ല മൂർച്ചയുണ്ട്. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ കത്തി ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ഇതുകൊണ്ട് എൻ്റെ കൈയും മുറിഞ്ഞു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളും. നല്ല കത്തിയാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കുക. കത്തിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് നേരെ ഒരുപാടായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. നമുക്കെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞങ്ങൾ മിക്ക ദിവസവും സ്മൂത്തി ആയിരിക്കും കഴിക്കുക, പക്ഷേ ഇന്ന് എനിക്ക് സ്മൂത്തി കഴിക്കാനൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്രഞ്ച് ടോസ്റ്റും കോഫിയും ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാൻ 2 മുട്ടയും പിന്നെ പാലും മധുരത്തിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ആയാലും മതിയായിരിക്കും. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ അത് എത്ര നമ്മൾ മിക്സ് ചെയ്താലും മിക്സ് ആവാതെ കിടക്കുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സിനമൺ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ഫ്രോത്തർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് നല്ല പതഞ്ഞ് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര കൂടുതലായില്ലേ? ഞാനാണെങ്കിൽ ന്യൂസിനകത്തൊക്കെ കാണുന്നുണ്ട്, പിന്നെ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ അറിയുന്നുണ്ട്. ഇവിടെയും ചൂടാണ്, പക്ഷേ നാട്ടിൽ അത്രയും കുഴപ്പമില്ല. ഇന്നലെ ഒരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴത്തേക്കും ചൂടൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ നെയ്യ് തൂക്കുന്ന സമയത്ത് ബ്രെഡ് ഞാനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിനകത്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ടാൽ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. ഞാനാണെങ്കിൽ അത് ഒരെണ്ണത്തിനും കൂടെ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ അത് കീറിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് 2 എണ്ണവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലേ അത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് വരത്തില്ല. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മളിത് യൂസ് ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടയാണ്, അതിന് കുറച്ച് കൂടുതൽ മണ്ണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തായാലും നമ്മളുടെ ടോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ക്യൂട്ട് പാത്രത്തിനകത്തോട്ട് അറേഞ്ച് ചെയ്യുവാണ്. ഇതെനിക്ക് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്ത പ്ലേറ്റാണ്. ഞാൻ നല്ല ഭംഗിയില്ല. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണേ. സാധാരണ ഇങ്ങനെ തന്നെ കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമല്ലേ, അപ്പം കുറച്ചും കൂടെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് സിറപ്പ് മാത്രമല്ല, ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എവിടെയൊക്കെ അത് ആഡ് ചെയ്യാവോ അവിടെ എല്ലാം ഞാനത് ആഡ് ചെയ്യും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ചോക്ലേറ്റ് സിറപ്പ് ആയാലും കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും നമ്മൾ ഒഴിക്കുമ്പോൾ വരാൻ ഭയങ്കര പാടാണ്. കഷ്ടപ്പെട്ടൊക്കെയാണ് ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കോഫി തയ്യാറാക്കാം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഫി ഉണ്ടാക്കാൻ നോക്കിയതിൻ്റെ അത് വെളിയിലോട്ട് ഭയങ്കരമായിട്ട് തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കിച്ചൺ ടവലിലും ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിലും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് വേറൊരു ഇതിനകത്ത് ഫ്രോത്ത് ചെയ്തെടുത്ത് ഞാൻ കപ്പിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. ഇതിനകത്തോട്ട് ചൂട് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ആ സോസറും പ്ലേറ്റിനും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു ട്രേക്കകത്ത്. അതുകൊണ്ട് ഞാൻ ആ സോസർ എടുത്ത് മാറ്റി കപ്പ് മാത്രം വെച്ചു. എന്നിട്ടെന്താ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ഞാനത് കഴിച്ചു. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.